ഇന്നത്തെ നമ്മുടെ യാത്ര വെട്ടുകാട് പള്ളിയിലേക്കാണ്. വെട്ടുകാട് പള്ളിയിൽ ഈ വർഷത്തെ പെരുന്നാള് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഹൈറേഞ്ചുകാർക്ക് പള്ളിയിൽ പെരുന്നാളും അമ്പലത്തിൽ ഉത്സവമാണല്ലോ. തിരുവനന്തപുരംകാർക്ക് അമ്പലത്തിലും പള്ളിയിലും ഇത് ഉത്സവം തന്നെയാണ്. അങ്ങനെ ഉത്സവം അഥവാ പെരുന്നാൾ തുടങ്ങിയത് 14-ാം തീയതി ആയിരുന്നു കൊടി ഉയർത്തിയത്. നമ്മൾ ഈ ഞായറാഴ്ച അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വർഷവും ഇവിടുത്തെ ഉത്സവത്തിന് അല്ലെങ്കിൽ പെരുന്നാളിന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പള്ളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ്. നമുക്ക് പോയിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന ഒരു പള്ളിയാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴത്തേനാണ് അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മളൊരു സന്ധ്യയോടെ ഒരു 6 മണി കഴിഞ്ഞ ശേഷമാണ് അവിടെ എത്തിയത്. ഈ ഒരു വ്യൂ തൊട്ടിട്ട് ഏകദേശം ഇരുട്ടി ആ ലൈറ്റ് ഒക്കെ ഫുൾ ഓൺ ആകുന്നവരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നേ. പള്ളി കണ്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പള്ളിയാണ്. അകത്തൊക്കെ കയറി ഇരിക്കാൻ പറ്റിയൊന്നുമില്ല. ജസ്റ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേം കൂടെ പകൽ സമയത്തായിരുന്നു വന്നത്. അപ്പൊ അത്ര തിരക്കുണ്ടായിരുന്നില്ലേ. ലൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നമുക്ക് ഈവനിങ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. അതായത് എല്ലാത്തരം കടകളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ കുറെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട് ഈ പള്ളിയുടെ ചുറ്റുവേ. പിന്നെ ഇവിടെ ഈ പെറ്റ് ഷോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഗെയിം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പിള്ളേർക്ക് ഇങ്ങനെ ഊർന്ന് കളിക്കത്തില്ലേ, അതാണ്. പള്ളിയിലെ ലൈറ്റ് കണ്ടോ, ചുറ്റിന് ലൈറ്റ് വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കടലാണ്. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ അവിടുത്തെ മണൽ തന്നെ വെച്ചിട്ട് കടൽ കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കുവാണ് ജസ്റ്റ് ഒരു ഹൈറ്റില്. നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത് അത്ര സേഫ് അല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരത് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഈവനിങ് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പോയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വേണ്ടത്ര രീതിയിൽ അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് പെറ്റ് ഷോ ഉണ്ടെന്ന്. അപ്പൊ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതിനകത്ത് ടിക്കറ്റ് എടുക്കണ്ട, അല്ലാത്തവർക്ക് 50 രൂപയാണ്. 10 വയസ്സുള്ള കുട്ടികളെ എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് വിടത്തില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും കൂടത്തി വരുമല്ലോ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും മുകളിൽ അങ്ങനെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഏത് കാറ്റഗറിയാണ് അങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ 50 രൂപ കൊടുത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മനസ്സിലാവണമല്ലോ. അങ്ങനെ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തില്ല. പിന്നെ അത്യാവശ്യം പൂച്ചയും പട്ടിയും കിളികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പഞ്ചവർണ്ണ തത്ത പോലത്തെ അതുണ്ടായിരുന്നു. പിന്നെ പാമ്പുണ്ടായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും. പിന്നെ പ്രാവിന്റെ ഒക്കെ കുറച്ച് വെറൈറ്റി. അങ്ങനെ എടുത്തു പറയാനും മാത്രം കുറച്ച് ഡോഗ്സ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് കണ്ടാൽ ഇങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നേ. കണ്ടില്ലേ, കോഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതെന്താന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കുറച്ച് ഇത് കണ്ടോ, കോഴിയുടെ പല വെറൈറ്റി, അതൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അതിനകത്ത് എഴുതിയും വെച്ചിട്ടില്ലായിരുന്നു. കുറച്ചു നേരം അതിനകത്തോടൊക്കെ നമ്മൾ നടന്ന് കണ്ട്. ഡോഗൊക്കെ കുറെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. എല്ലാം തളർന്ന് കിടന്ന് ഉറങ്ങുകയാണ്. വൈകുന്നേരം ഒക്കെ ആയില്ലേ, മിക്കതും ഉറങ്ങുവാണ്. കണ്ട് ഇതിനകത്തുള്ള എല്ലാ ഡോഗ്സും ഉറങ്ങുവാണ്. ഇതിനൊന്നും കൂട്ടിലിട്ടിട്ടില്ല. കണ്ട എല്ലാരും ഉറങ്ങുവാണ്. ഇതുണ്ടോ, വായൊക്കെ തുറന്നു വെച്ചിരുന്നിട്ട് ഉറങ്ങുന്നത്. നല്ല ഉറക്കമാണ്. അത്രയും മനുഷ്യരയിലൂടെ പോയിട്ട് അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അത്രയ്ക്ക് നല്ല ഉറക്കത്തിലാണ്. ഡോഗ്സിന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട്, പക്ഷെ അതിന് ഒന്നിന്റെ പേര് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുണ്ട് ആട്ടിൻകുട്ടിയെ പോലെ ഇരിക്കുന്ന പട്ടി. എല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ലേ. പിന്നെ അതിനകത്ത് തന്നെ ഫാൻസി ഷോപ്പ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ട് കുലുക്കി സർബത്ത്, നല്ല കത്തിയാണ്. 50 രൂപയാണ് അവിടുത്തെ കുലുക്കിക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്